ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ദൈവം ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും അതിലുള്ളതൊക്കെയും 6 ദിവസം കൊണ്ട് തൻ്റെ വാക്കാൽ സൃഷ്ടിച്ചു. ഭൂമിയും അതിലുള്ളതൊക്കെയും എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള ജലജന്തുക്കൾ, തിമിംഗലങ്ങൾ, വിധാനത്തിലുള്ള പർവ്വജാതി, ഭൂമിയിൽ അതാത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതാത് തരം ജീവജന്തുക്കൾ ഭൂമിയിലുണ്ടായി. ഭൂമിയിൽ നിന്ന് പുല്ല്, വിത്തുള്ള സസ്യങ്ങളും അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ഉണ്ടായി. ഇതെല്ലാം തന്നെ ദൈവം 6 ദിവസം കൊണ്ട് തൻ്റെ വാക്കാൽ താൻ പറഞ്ഞു അവ ഉണ്ടായി, തൻ്റെ വാക്കാൽ സൃഷ്ടിച്ചു. അതിനുശേഷം ത്രിയേക ദൈവം പറഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം. ഇത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. മനുഷ്യൻ്റെ മൂക്കിൽ ദൈവത്തിൻ്റെ ശ്വാസമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹീസ് പ്രഷ്യസ് ഇൻ ദ ഐസ് ഓഫ് ഗോഡ്. ഒരു ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം ദൈവത്തിൻ്റെ കൈകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഓരോ വ്യക്തികളും അവർ വളരെ പ്രധാനപ്പെട്ടവരാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ സൂര്യനും ചന്ദ്രനും മറ്റുള്ളതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടായപ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല, തൻ്റെ കൈകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വളരെ വളരെ പ്രാധാന്യപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ദൈവം അവനെ അനുഗ്രഹിച്ചു. അവനോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് കൽപ്പിച്ചു. ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് ആഹാരമായി തന്നിരിക്കുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും ഉടയവൻ മനുഷ്യനായിരുന്നു. അത് നമുക്ക് 1 മുതൽ നമ്മളിന്ന് വായിച്ച ഭാഗത്ത് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും നിലത്ത് നിന്ന് മുളപ്പിച്ചു. യഹോവയായ ദൈവം അതിനു ശേഷം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമായിട്ട് അവിടെ അവനെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അതിനുശേഷം യഹോവയായ ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ ഭൂമിയിലെ സകല കന്നുകാലികളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും എല്ലാ കാട്ടുമൃഗങ്ങളെയും മനുഷ്യൻ്റെ മുമ്പിൽ വരുത്തി. മനുഷ്യൻ അവർക്കെല്ലാം പേരിട്ടു. സകല ജീവജന്തുക്കൾക്ക് മനുഷ്യനിട്ടത് പേരായിട്ട് തീർന്നു. നമുക്ക് എത്ര വണ്ടറാണ്, മനുഷ്യനെത്ര കഴിവുള്ളവനാണ്, മനുഷ്യനെത്ര ബുദ്ധിയുള്ളവനാണ്, എത്ര കഴിവുള്ളവനാണ് എന്ന് ജ്ഞാനമുള്ളവനാണ്. കാരണം ദൈവം തൻ്റെ കൈയാൽ സൃഷ്ടിച്ചതാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനാണ് ഈ ലോകത്തിലുള്ള എല്ലാത്തിനും പേരിട്ടതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് എത്രയോ വണ്ടറാണ് ഈ മനുഷ്യൻ്റെ ഈ
ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ ബുദ്ധിയെക്കുറിച്ച്, മനുഷ്യൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ഉണ്ടായത്. ഇന്നും നമ്മളെല്ലാം വിളിക്കുന്നത് ആ പേര് തന്നെയാണ് കേട്ടോ. ഒരു മൃഗത്തിൻ്റെ പേര് നമ്മൾ സിംഹം എന്ന് പറയുമ്പോൾ അന്ന് അത് ആദാമിട്ട പേര് തന്നെയാണ്. അങ്ങനെ മനുഷ്യനിട്ടത് അവർക്ക് പേരായി. എന്നാൽ ഈ മനുഷ്യനെയും മൃഗങ്ങൾക്കെല്ലാം പേരിട്ട് നോക്കിയെങ്കിലും മനുഷ്യന് വേണ്ടി തക്കതായൊരു തുണിയെ മനുഷ്യൻ കണ്ടില്ല. നമ്മുടെ കർത്താവ് സ്നേഹവാനായ ദൈവമാണ്. ഭംഗിയുള്ള അനേക പക്ഷികളുണ്ടല്ലോ, അതൊന്നും മനുഷ്യനുള്ളത് ചേർന്നല്ല എന്ന് ദൈവത്തിനും അറിയാമായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ മുമ്പിലാണ് ദൈവം മനുഷ്യനെ കൊണ്ടത് മനസ്സിലാക്കി കൊടുത്തു, ഇതൊന്നും മനുഷ്യന് തക്കതായിട്ടൊരു തുണയല്ല എന്ന്. അങ്ങനെ ദൈവം പറഞ്ഞു, മനുഷ്യന് ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ഞാൻ തക്കതായ ഒരു തുണി ഉണ്ടാക്കി കൊടുക്കും. അതിനുശേഷം യഹോവയായ ദൈവം മനുഷ്യനെ ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവനെ വേദനയൊന്നും എടുപ്പിച്ചില്ല. വേദന ഉണ്ടായിരുന്നില്ല താനും അന്ന്. അവൻ ഗാഢനിദ്ര വന്നു കഴിഞ്ഞപ്പോൾ അത് യഹോവയായ ദൈവം മനുഷ്യരിൽ നിന്ന് ഒരു വാലിയെ എടുത്ത് അതിനൊരു സ്ത്രീയാക്കി, മനോഹരിയായ ഒരു സ്ത്രീയാക്കി തീർന്നു. മനുഷ്യന് ഉറക്കമുണർന്നു ആ സ്ത്രീയെ യഹോവയായ ദൈവം മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മനുഷ്യനെ ദൈവം വളരെ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് സ്ത്രീയെ കണ്ട ഉടനെ മനുഷ്യൻ പറഞ്ഞു, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. സ്ത്രീക്ക് മനുഷ്യൻ പേരിട്ട്, എത്ര നല്ല പേര്! ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൽ ഇവളെ നാരി എന്ന് പേരാകും. അങ്ങനെ അവർ ദേഹമായിട്ട് തീർന്നു. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. എന്നാൽ അവർക്ക് നാണം തോന്നിയില്ല. കാരണമുണ്ട്, അവരുടെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. മാത്രമല്ല ദൈവത്തിൻ്റെ കൈകൊണ്ടാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ് അവനിലുള്ളത്. അവനെ ഉണ്ടാക്കിയത് ദൈവം. അവന് ദൈവിക തേജസ് അവനുണ്ടായിരുന്നു. മാത്രമല്ല പാപമില്ലാത്ത അവസ്ഥയിലായിരുന്നു ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. അങ്ങനെ പാപമില്ലാത്ത അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നുള്ളത് അറിയുമ്പോൾ നമ്മുടെ ദൈവം എത്ര സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവല്ലഭനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.